മുന്നണി മാറ്റ ചർച്ചകൾ പ്രചരിച്ചതിന് പിന്നാലെയുള്ള കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കോട്ടയത്ത് പുരോഗമിക്കുന്നു. മുന്നണി മാറ്റ പ്രചാരണങ്ങൾ പാർട്ടിയെ സംശയനിഴലിലാക്കിയെന്ന വിലയിരുത്തലുണ്ട്. മുന്നണി മാറ്റം അടഞ്ഞ പുസ്തകമാണെന്നും അജണ്ടയിൽ പോലും ഇല്ലെന്നും ചെയർമാൻ ജോസ് കെ മാണി പറഞ്ഞു. പാർട്ടി നിലപാടിൽ മാറ്റമില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിനും MLA-മാരായ പ്രമോദ് നാരായണനും ജോബ് മൈക്കിളും പറഞ്ഞു. പാർട്ടിയെ തകർക്കാൻ ചില കേന്ദ്രങ്ങൾ നടത്തുന്ന പ്രചാരണമാണ് മുന്നണി മാറ്റമെന്ന് N. ജയരാജും പ്രതികരിച്ചു. അത് ഒരിക്കലും തുറക്കാത്ത ഒരു അധ്യായമല്ലേ, ഒരിക്കലും തുറക്കാത്ത ഒരു പുസ്തകമല്ലേ. അതുകൊണ്ട് അതിനെ പറ്റി എന്തിനാ ചർച്ച ചെയ്യുന്നത്? ആരെങ്കിലും ആ പുസ്തകം തുറന്നിട്ടുണ്ടെങ്കിൽ അത് വായിച്ചിട്ട് അടച്ചോടും. തെരഞ്ഞെടുപ്പിലൊക്കെ LDF-നൊപ്പം തന്നെ ആയിരിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ LDF-ൽ ഈ അടുത്ത ആഴ്ച വരെ നിങ്ങൾ ആ സ്ഥാനത്ത് തന്നെയായിരിക്കും. ഇതിനകത്ത് തന്നെ ഉണ്ടാവും. നിങ്ങൾ പറയണേ അതല്ലല്ലോ സ്ഥിതി. പോസ്റ്റ് രാജ്യത്തിന്റെ വ്യത്യസ്ത അഭിപ്രായമുള്ളതുകൊണ്ടല്ല. പോസ്റ്റ് എന്നുള്ള പ്രശ്നം പാർട്ടിയുടെ നിലപാടാണ് പ്രശ്നം. ഞങ്ങളുടെ നിലപാടെന്നും സുദൃഢമാണ്. KM മാണി പഠിപ്പിച്ച വഴി യാത്ര ചെയ്ത് പാർട്ടി ചെയ്ത്. എന്നാൽ സഭയുടെ സമ്മർദ്ദം ഇക്കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞതായി ഒരു വാർത്ത പ്രചരിക്കപ്പെടുകയുണ്ട്. ഞാനുമായി ബന്ധപ്പെടുത്തി ഞാൻ പറയാത്ത അത്തരമൊരു വാർത്ത പ്രചരിച്ചത് ഏറെ വേദനയുണ്ടാക്കി. ആ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത് ഏറെ വൈകിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിശദീകരണം വൈകിയാണ് കൊടുക്കാൻ കഴിഞ്ഞത്. ആ കാലതാമസം ഉണ്ടായതിൽ ഖേദമുണ്ട്. അല്ല, യാതൊരു ഇടപെടലും ഇല്ല. പാർട്ടി കമ്മിറ്റി എടുക്കുന്ന തീരുമാനമാണ് പാർട്ടിയുടെ തീരുമാനം. ഇപ്പൊ LDF-ലാണ് നിൽക്കുന്നത്, LDF തന്നെ നിൽക്കുന്നു. കേരള കോൺഗ്രസ് ഉണ്ടായ കാലം മുതൽ നമ്മളിത് കാണുന്ന കാലം പാർട്ടി ഇല്ലാതാക്കാനായിട്ട് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനെ എല്ലാം അതിജീവിച്ചത് ഈ പാർട്ടി മുമ്പോട്ട് ഇത്രയും കാലം. പക്ഷേ ഓരോ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്നും നന്നായി വരുന്നത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് എവിടെന്നെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടാകും. അല്ല, ഞങ്ങൾ അതിനകത്ത് കക്ഷികളല്ല. ജോസി ബാബു കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകും. ജോസി, സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം എങ്ങനെ പുരോഗമിക്കുന്നു? മുന്നണി മാറ്റമെന്ന അഭ്യൂഹം, ആ വാർത്ത അത് എത്രത്തോളം യോഗത്തിൽ ചർച്ചയാകും? ജോസിയിലേക്ക് വരാം. മുന്നണി മാറ്റ ചർച്ചകൾ പ്രചരിച്ചതിന് പിന്നാലെയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇപ്പോൾ കോട്ടയത്ത് പുരോഗമിച്ചു വരുന്നത്. മുന്നണി മാറ്റ പ്രചാരണങ്ങൾ അത് പാർട്ടിയെ സംശയനിഴലിലാക്കിയെന്ന വിലയിരുത്തൽ പാർട്ടിക്കുള്ളിലുണ്ട്. അതുപോലെ തന്നെ മുന്നണി മാറ്റം അടഞ്ഞ പുസ്തകമാണെന്നും അജണ്ടയിൽ പോലും ഇല്ല എന്നുമാണ് ചെയർമാൻ ജോസ് കെ മാണിയുടെ പ്രതികരണം. ജോസി ബാബു തുടരുന്നുണ്ട്. ജോസി, യോഗം എങ്ങനെ പുരോഗമിക്കുന്നു? യോഗം പുരോഗമിക്കുകയാണ്. മുന്നണിമാറ്റ ചർച്ചകൾ പാടെ തള്ളിക്കളയുകയാണ് കേരള കോൺഗ്രസ് നേതൃത്വം. അടഞ്ഞ പുസ്തകമെന്നാണ് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി മുന്നണിമാറ്റ ചർച്ചകളെക്കുറിച്ച് പ്രതികരിച്ചത്. കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ നിലപാട് ആവർത്തിക്കുകയായിരുന്നു ജോസ് കെ മാണി ചെയ്തത്. ആരെങ്കിലും മുന്നണിമാറ്റ ചർച്ച എന്ന പുസ്തകം തുറന്നിട്ടുണ്ടെങ്കിൽ അത് അടച്ചു വെക്കണമെന്നാണ് ജോസ് കെ മാണി പ്രതികരിച്ചത്. എന്തായാലും നേതൃനിരയിലുള്ള പ്രധാനപ്പെട്ട MLA-മാരടക്കമുള്ളവർ ഈ വിഷയത്തിൽ അവരുടെ പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തു. ഈ ഇപ്പോൾ നടക്കുന്നത് ചില അഭ്യൂഹങ്ങൾ മാത്രമാണ്, ചില കേന്ദ്രങ്ങൾ പടച്ചുവിടുന്നതാണ് പാർട്ടിയെ തകർക്കാൻ ഈ നീക്കങ്ങളെന്നാണ് മറ്റ് MLA-മാരും പറഞ്ഞത്. എന്തായാലും ഈ നിർണായകമായ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം പുരോഗമിക്കുകയാണ്. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ആദ്യം തന്നെ ഇപ്പോഴുള്ള രാഷ്ട്രീയ സംഭവവികാസങ്ങളും ആ നിലപാടെടുക്കേണ്ട വന്നതിനെക്കുറിച്ചുമൊക്കെയും ജോസ് കെ മാണി വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഇത് സംബന്ധിച്ചുള്ള വിശദീകരണത്തിൽ ചർച്ചകൾ നടക്കും. ഇപ്പോഴും 11:00 ഈ യോഗം തുടങ്ങിയത്. ഏകദേശം 1.5 മണിക്കൂർ യോഗം പിന്നിടുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ MLA-മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്, അല്ലെങ്കിൽ പാർലമെന്ററി പാർട്ടിയിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എന്നുള്ള കാര്യം മന്ത്രിമാരായ എല്ലാ MLA-മാരും എല്ലാം ഒരുപോലെ തള്ളിക്കളയുകയാണ്. റോഷി അഗസ്റ്റിനും അതോടൊപ്പം ജോബ് മൈക്കിൾ, സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, N. ജയരാജ് അടക്കമുള്ള MLA-മാർ ഈ വിഷയത്തിൽ പാർട്ടിക്കൊപ്പമാണ്.